മോളെ പേടിയൊന്നും വേണ്ട. ദാ ഈ പാലുമായി അങ്ങോട്ട് ചെല്ലും. നിന്നോട് ആരാടി പറഞ്ഞേ എന്റെ റൂമിൽ വരാൻ? ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി വരാൻ ഇത് നിന്റെ തന്തയുടെ വകയല്ല. നിന്നോടാ മേലെ ഭാര്യയുടെ അധികാരവും കാണിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന ഈ അർജുൻ ആരാണെന്ന് നീ അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. Same. ഇവളിത് എവിടെ പോയി? എന്നും ഞാൻ വരുന്നത് നോക്കി ഹോളിൽ തന്നെ കാണുന്നതാണല്ലോ. വൃന്ദ, എന്താ ഇത് വൃന്ദ? ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല അജു. പെട്ടെന്ന് ഞാൻ ഒറ്റപ്പെട്ട പോലെ തോന്നി. നീ എന്നിൽ നിന്ന് ഒരുപാട് അകന്ന പോലെ. ഞാൻ നിനക്ക് ആരും അല്ലാതായ അജു. എനിക്കിനി ജീവിക്കണ്ട. വൃന്ദ, നീ ഇത് എന്തൊക്കെയായി പറയുന്നേ? നീ ഇല്ലാതെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ സ്ഥാനത്ത് മറ്റൊരുത്തി. ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും നിന്നെയാ, നിന്നെ മാത്രം. നീ എനിക്ക് കുറച്ച് സാവകാശം താമോളെ. ഞാൻ എന്റെ വീട്ടുകാരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. അതുവരെ നീ പിടിച്ചു നിന്നേ പറ്റൂ. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുന്നേ. പറ വൃന്ദ. അജു, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അതിന് എത്ര നാളായാലും. നീ നിന്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി എന്റെ അടുത്ത് വരുന്നതും കാത്ത് ഈ വൃന്ദ ഇവിടെ ഉണ്ടായിരിക്കും, നിന്നെ ഓർത്തുകൊണ്ട്. വൃന്ദ, എനിക്ക് നിന്നെ വേണം വൃന്ദ. അജു, നീ? അതെ, അത് തന്നെ. ഇന്നത്തെ ഈ നൈറ്റ് അത് നമ്മൾക്കുള്ളതാ. അല്ല, നീ എന്തോന്നും മിണ്ടാത്തെ? നിനക്ക് താല്പര്യമില്ലേ? അതെന്താ അജു നീ അങ്ങനെ ചോദിച്ചേ? നമുക്കിത് ഫസ്റ്റ് ടൈം അല്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ അനുവാദം?
ഗ്ലാസ് ചായ കിട്ടുമോ ഇന്നെങ്കിലും? കണ്ണാ, നീ ഇന്നലെ എവിടെ പോയതാ? ഓ, അപ്പോ അവള് രാവിലെ തന്നെ എല്ലാം കെട്ടി എഴുന്നള്ളിച്ചു. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ മമ്മി, ഞാൻ പുറത്തുനിന്ന് പോയതാ. ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. നിനക്ക് ഇന്നലെ തന്നെ പോകണമായിരുന്നു അല്ലേ? ഓ, രാവിലെ തന്നെ തുടങ്ങിക്കോളണം മനുഷ്യന്റെ മൂഡ് കളയാൻ. മോളെ, ദാ ഈ ചായ കൊണ്ട് അവന് കൊടുക്കുക. ഓ, അവള് വീണ്ടും ഇവിടെ കയറിയോ? നാശം. അവൻ ഇങ്ങനെ ആയാ എങ്ങനെയാ ശരിയാവുക? ചില ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ വരാറില്ല. അതെല്ലാം ശരിയാവും ശാലിനി. നമുക്ക് അവന് കുറച്ച് ടൈം കൊടുക്കാം. എല്ലാം ശരിയായ മതിയായിരുന്നു. ദേവിയെ, നാശം പിടിച്ചവൾ, നീ എന്റെ ജീവിതം തുലച്ചതും പോരാനിട്ട് ഇനി എന്റെ കമ്പനി പൂട്ടിക്കാനുള്ള പരിപാടിയാണോ? എന്താണ് മിണ്ടാത്തെ? എന്ത് ചോദിച്ചാലും നിന്റെ ഈ മുതലക്കണികൾ കാണിച്ചുള്ള പ്രകടനം ഉണ്ടല്ലോ, അത് ഈ അർജന്റ് അടുത്ത് വേണ്ട. ഇറങ്ങി പൊക്കോണം എന്റെ മുമ്പിന്ന്. മോനെ കണ്ണാ. എന്താ മമ്മി, ഇതാ വരുന്നു. നീ കമ്പനിയിലേക്കാണോ? അതെ. നിനക്കിപ്പോ തീരെ ഉത്തരവാദിത്തം ഇല്ലാതെയാണല്ലോ വരുന്നേ. ഇന്നലെ നീ ഇവിടെ ഇരുന്ന് ഫയൽ നോക്കി ഉറങ്ങിപ്പോയി. എന്നിട്ട് രാവിലെ അതും എടുക്കാതെ അങ്ങ് പോയി. സാവിത്രി അടിച്ചു വരാൻ വന്നപ്പോഴാ കണ്ടത്. ഞാൻ പിന്നെ അത് പൂജമോളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്ത് കിട്ടിയില്ലേ? ഞാൻ ഉറങ്ങിപ്പോയെന്നോ? നീ എന്തുവാ കണ്ണ പറയുന്നേ? ഫയൽ കിട്ടിയോ? ആ, കിട്ടി. എങ്കിൽ പിന്നെ മമ്മി, ഞാൻ പോവാ. വൃന്ദ, നീ ഒന്ന് മാറിക്കേ. നീ പോകുവാണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോകാം പ്ലീസ് അജു. നടക്കൂല മോളെ. തന്തയുടെ കർശനമായ തീരുമാനമാണ് 10 മുന്നേ വീട്ടിൽ കയറണമെന്ന്. ചെന്നില്ലെങ്കിൽ പിന്നെ പുറത്ത് കിടക്കേണ്ടി വരും. എങ്കിൽ പിന്നെ എന്റെ ചെക്കൻ ചെല്ല്. വെറുതെ ഇനി തണുപ്പത്ത് കിടന്ന് പനി പിടിക്കണ്ട. ഞാനെങ്കിൽ പോട്ടെ. ശരി, സൂക്ഷിച്ചു പോ. ഇതെന്താ, ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ഹലോ മമ്മി, ഇതെവിടാ? അത് പിന്നെ കണ്ണ, പൂജമ്മോൾക്ക് തീരെ വയ്യായിരുന്നു. മോളെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നതാ. ഓ ശരി. എവിടെയാണെന്ന് അറിയാൻ വിളിച്ചതാ. ആ, നിങ്ങൾ വന്നോ? ക്ഷേത്രത്തിൽ ഇന്ന് വലിയ തിരക്കായിരുന്നു ഏട്ടാ. പൂജമോൾ ഇന്ന് അവളുടെ വീട്ടിൽ വരെ പോകുമെന്ന്. വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വന്നോളൂ. പൊക്കോ, പക്ഷെ വൈകിട്ടെങ്കിൽ വന്നേക്കണം. അംബുജം, മോളെവിടെ? അവൾ വല്ലതും കഴിച്ചായിരുന്നോ? അത് പിന്നെ സാർ. എന്ത് പിന്നെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ മോൾക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്നോ? ഞാൻ കുറെ നിർബന്ധിച്ചതാ, പക്ഷെ മോള്. എന്നിട്ട് എന്റെ മോളെവിടെ? കുഞ്ഞ് റൂമിലോട്ട് പോയി. നീ എങ്കിലും ആ ഫുഡൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്ക്. ഞാൻ പോയി മോളെ ഒന്ന് നോക്കട്ടെ. മോള് പോയിട്ട് ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ ഏട്ടാ. ഇന്നിനി വരില്ലേ? ചിലപ്പോ വരില്ലായിരിക്കും ഷാലു. മോളെ, നീ വന്നോ? അല്ല, ഇതാണ് എന്റെ മോളുടെ കൂടെ. ഏട്ടാ നോക്കി, എന്ത് ക്യൂട്ടാ.
നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ അജു, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ നീ കാര്യം പറ. അത് നെക്സ്റ്റ് വീക്ക് എന്റെ പപ്പയും മമ്മിയും വരുന്നുണ്ട്. ഇത്തവണ എന്നെ കെട്ടിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു അജു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡാഡിയും മമ്മിയും ഒന്ന് എതിർത്ത് നിൽക്കാൻ എനിക്ക് അറിയില്ല. വൃന്ദ, അജു, നീ എന്റെ കാര്യത്തിലൊരു തീരുമാനം പറ. എങ്കിൽ എനിക്ക് എന്റെ ഡാഡിയും മമ്മിയും എന്തേലും പറഞ്ഞോണ്ട് നിർത്താൻ പറ്റൂ. ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ? അതെന്താണ്, കാര്യം കഴിഞ്ഞപ്പോ നിനക്കിപ്പം എന്നെ വേണ്ടേ? അതോ നിന്റെ പുത്തനച്ചിയുടെ സൗന്ദര്യത്തിൽ വീണു പോയതോ? നിർത്തടി പോലെ. നീ അർജുനെ പറ്റി എന്താ വിചാരിച്ചേ? എനിക്ക് കിടക്ക പങ്കിടാൻ വേണ്ടി മാത്രമായിരുന്നു നീയെങ്കിൽ എനിക്കെന്റെ കാര്യം കഴിഞ്ഞ് എന്നെ നിന്നെ കളയാമായിരുന്നു. വൃന്ദ, ഇമാതിരി ചെറ്റ വർത്തമാനം പറയാനാണ് എന്നെ വിളിച്ചു പോകരുത്. നീ എന്നെ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനങ്ങ് കരുതിക്കോണം. പ്ലീസ് പോവല്ലേ. സോറി അജു, ഞാൻ അപ്പോഴത്തെ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ എന്റെ ഉള്ളു നീറുവാ. നിയമപരമായി നോക്കുവാണേ ഞാൻ നിന്റെ ആരുമല്ല. നമ്മുടെ ഈ ബന്ധം പുറത്തറിഞ്ഞാൽ തന്നെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവരുടെയൊക്കെ കണ്ണിൽ പൂജയാണ് നിന്റെ വൈഫ്. നിന്നെ ഞാൻ അവളിൽ നിന്നും തട്ടിയെടുത്തതാണെന്ന് നാളെ ഈ സമൂഹത്തിലുള്ളവർ പറയൂ. ആരും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കില്ല. വൃന്ദ, നിർത്ത്. നീ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നു. നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും അറിയാം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ ഒന്നായവരാണ് നമ്മൾ. നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. നാളെ ഈ സമൂഹം എന്തു പറയുമെന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബന്ധം വീട്ടിൽ പറഞ്ഞു നോക്കും ഞാൻ. എന്നിട്ടും ആർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകും. അപ്പോ പിന്നെ ഡാഡിയും മമ്മി എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്. നമുക്ക് നമ്മൾ മാത്രം മതി. പോ പറ്റി. മതി. ഇന്ന് അർജുൻ എന്നെ കണ്ട് ഞെട്ടണം. പൂജയേക്കാൾ സുന്ദരി ഞാനാണെന്ന് അവന് തോന്നണം. കൂടാതെ അവന്റെ പപ്പയും മമ്മയും എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം. ഇനിയും ചിലപ്പോ ഇങ്ങനൊരു അവസരം ഉണ്ടായെന്ന് വരില്ല. പൂജ, ഞാൻ ഒരിക്കലും നിന്നെ ശത്രുവായി കണ്ടിട്ടില്ല. പക്ഷെ അർജുനെ വിട്ടുതരാൻ അവൾക്ക് സമ്മതമല്ലെങ്കിൽ ഞാനൊരു വില്ലത്തിയാവേണ്ടി വരും. കാരണം അർജുൻ എന്റെയാണ്, എന്റെ മാത്രം. അവനെ മറ്റൊരുത്തി നോക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല. വിട്ടു കൊടുക്കില്ല ഞാൻ അവനെ ഒരുത്തിക്കും. അല്ല ശാലിനി, എവിടെ നിന്റെ മരുമകൾ? അതെ അതെ, അല്ല വിശേഷം വല്ലതുണ്ടോ ആൾക്ക്? ആവേണ്ട സമയമൊക്കെ ആയല്ലോ ശാലിനി.
അർജുനെ, ഒരു മയത്തിനൊക്കെ നോക്കടാ. അല്ല, എവിടെ അവൾ? ആ പൂജ കാണുന്നില്ലല്ലോ. ആ, ഹായ് അങ്കിൾ, ആന്റി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എടാ മതി, ആരെങ്കിലും കണ്ട പ്രശ്നമാകുവേ. നിങ്ങൾ രണ്ടാൾക്കും ഇതൊക്കെ പിന്നീടായിക്കൂടെ? ഓ ശരി തമ്പ്ര, നീ പറയുന്ന പോലെ. കേക്ക് കട്ട് ചെയ്യാൻ സമയമായി മക്കളെ, വാ. സുന്ദരി കുട്ടി. അർജുനെ, ഇതായിരുന്നു നിന്റെ ഭാര്യ? ഞങ്ങൾ എപ്പോഴാണ് കാണുന്നേ? ഷീസ് വെരി ബ്യൂട്ടിഫുൾ. എന്റെ പൊന്ന അർജുനെ, ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിട്ട് നിന്റെ കൺട്രോള് പോകാത്തത്. ഓ മോനെ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അതെ, ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഞങ്ങളുടെ മരുമകൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇത് തന്നെയാണ്. മോളെ, പപ്പ പോയി വരാം. പപ്പയുടെ മോള് കരയുവാ? എന്താ മോളെ ഇത്? പപ്പയെ കൂടി കരയിക്കൂ നീ. ദേ പൂപ്പി, നോക്കിയേ, നിന്റെ ചേച്ചി കരയുന്നു. നീ പറയട്ട ചേച്ചിയോട് കരയണ്ടെന്ന്. പപ്പ പോയി വരാം. എന്തായാലും ഇന്നത്തെ പാർട്ടി കൊള്ളായിരുന്നടാ അർജുൻ. എന്റെ പൊന്നും കൗതം, ഒന്ന് മതിയാക്ക്. ഇപ്പൊ തന്നെ കുറേയായി. നീ ഒന്ന് പോടാ, നിന്റെ കാശിനല്ലല്ലോ ഞാൻ കുടിക്കുന്നേ. അപ്പോ നിനക്കത് പറയേണ്ട ആവശ്യമില്ല. അർജുൻ പ്ലീസ്, അവനോട് മതിയാക്കാൻ പറ. അർജുനെ, എടാ, എനിക്ക് നിന്നോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. ചോദിക്കുന്ന കൊണ്ടൊന്നും തോന്നരുത്. എടാ ഗൗതം, നീ എന്താ ചോദിക്കാൻ പോകുന്നേ? എടാ മിണ്ടാതിരിക്കി. അഭി വന്നേ, ഇവനെ പിടിച്ച് വണ്ടി കൊണ്ടിടാം. ബോധമില്ലാതെ ഇവനിനി എന്തൊക്കെയാ വിളിച്ചു പറയുന്ന ആര് കണ്ടു? നിന്റെ അപ്പനാടാ മഹി ബോധമില്ലാതെ, അല്ലാതെ എനിക്കല്ല. അർജുൻ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇവന്മാരോട് മിണ്ടാതിരിക്കാൻ പറ. നീ പറ, അവര് മിണ്ടാതിരുന്നോളൂ. അത് പിന്നെ അർജുൻ, നീയും പൂജയും തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ചേട്ടാ, ഒന്ന് അടങ്ങിയിരിക്കണ കോപ്പേ. അർജുൻ, നീ പറ, നിങ്ങൾക്കിടയിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടോ? എടാ കോപ്പി, മാനസികമായി അടുപ്പം പോലും ഇല്ലാത്തവര് തമ്മിലാണോ ശാരീരിക ബന്ധം ഉണ്ടാവുന്നേ? എടാ എന്റെ അർജുനെ, ഞാനിപ്പോ നിന്റെ അടുത്തൊരു കാര്യം പറയാം. എനിക്ക് നിന്റെ ഭാര്യയെ, ഓ സോറി, നീ താലി കെട്ടിയെന്ന് പറയുന്ന അവളില്ലേ പൂജ, അവളെ നീ എനിക്കിങ്ങ് തന്നേരി. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഗൗതം, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അർജുൻ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിന്റെ ആ സുന്ദരി പെണ്ണിനെ ഞാൻ എടുത്തോട്ടെ? എന്നാലും എന്റെ അർജുൻ, അവളെ കണ്ടിട്ട് നിനക്കൊന്നും ചെയ്യാൻ തോന്നാത്തത് ഭയങ്കരം തന്നെ. ഓ, ഞാൻ വല്ലതും ആയിരിക്കണമായിരുന്നു, ഏറിയങ്ങ് മേനേനെ.
അവളുടെ ആ കവിളുകൾ തന്നെ കണ്ടില്ലേ? പഴുത്ത് തുടുത്ത് ആപ്പിള് പോലെയുണ്ട്. കാണുമ്പോ തന്നെ കടിച്ച്. നിർത്തട നായിന്റെ മോനെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ ചെറ്റ് എന്റെ ഭാര്യയെ പറ്റി മോശം പറയുന്നേ? ഇനി അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ നിന്റെ ഈ പിഴച്ച നാവ് ഞാൻ അരിഞ്ഞെടുക്കും. നായിന്റെ മോനെ. അഭി, മര്യാദക്ക് ഈ നായെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോകാൻ തന്നെയാണ് വന്നേ. എടാ അർജുൻ, കഴുവേറിയുടെ മോനെ, ഒരുത്തിയെ കെട്ടി വീട്ടിൽ പൊറപ്പിച്ചിട്ട് മറ്റൊരുത്തിയുടെ കൂടെ കിടപ്പറവങ്ങിടുന്ന നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഗൗതം, നീ ഒന്ന് വരുന്നുണ്ടോ? നായിന്റെ മോളെ, നീ ഒരുത്തി കാരണമാടി ഞാൻ എന്റെ ഫ്രണ്ട്സ് വന്ന് തല്ലിപ്പിരിഞ്ഞത്. നീ എന്തിനാണ് പിഴച്ചവളെ എന്റെ ജീവിതത്തിലോട്ട് വലിഞ്ഞു കയറി വന്നേ? നീ ഒരുത്തി കാരണമാടി എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും പോയത്. നിന്നെ കെട്ടി അന്ന് മുതൽ ഈ ഞാൻ അനുഭവിക്കുന്നതാ. ഇന്ന് അവൾ ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നു അവളുടെ തന്തക്ക് ബലിയിടാനായിട്ട്. നിന്റെ ഈ മോന്തയും വെച്ചോണ്ടല്ലേടി ഓരോ അവന്മാരെ നീ വലയിൽ വീഴ്ത്തുന്നേ. ഇനി നിനക്കിത് വേണ്ട. ഇതെന്താ ഇനി ഇത്ര നേരമായിട്ടും പൂച്ചമോളെ കണ്ടില്ലല്ലോ? മോളെ, മോളെ, അയ്യോ മോളെ, പൂച്ചമോളെ, എന്റെ കൃഷ്ണ, കണ്ണ് തുറക്കും മോളെ. ഏട്ടാ, ഒന്ന് വന്നേ. എന്താ ശാലിനി, നീ എന്താ ഇങ്ങനെ കരയുന്നേ? പൂജ, അവിടെ അവിടെ എന്റെ മോൾ. ഭഗവതി, ഇത് എന്താ? ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറ. മോളെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മോളെ. സാർ, കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. 2 ദിവസം ഇവിടെ കിടക്കട്ടെ. അതെ പ്രസാദ്, ഞാനും അത് പറയാൻ വരുമായിരുന്നു. എങ്കിൽ പിന്നെ ഏട്ടാ, ഞാൻ മോൾക്ക് കൂട്ടിരുന്നോളാം. ഏട്ടൻ വീട്ടിലേക്ക് പൊക്കോ. ആ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പൊക്കോളാം. എന്തു പറഞ്ഞാലും ഈ ചിരിയേ ഉള്ളൂ. എടോ, താനൊന്ന് ഇങ്ങോട്ട് വന്നേ. അത് പിന്നെ ഞങ്ങളുടെ പൂജമോൾ സംസാരിക്കില്ലടോ. സാർ. അതേടോ, ദൈവം ചില സമയത്ത് എന്തൊരു ക്രൂരനാണല്ലേ. ആ മുഖം കണ്ടാ തോന്നോ ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന്? അവൾക്ക് എല്ലാരോടും സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് ഒരു ചിരിയിൽ അങ്ങ് ഒതുക്കും. സാർ ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു. സാരമില്ലടോ, ഇനി 2 ദിവസം പൂജമോൾ ഇവിടെ ഉണ്ടാകില്ലേ? ഞാൻ പറഞ്ഞത് വെച്ച് താൻ അവളോട് സഹതാപം കാണിക്കാനൊന്നും പോയേക്കല്ലേ? ഏയ് ഇല്ല സാർ. അജു, എന്താ? അതുണ്ടല്ലോ അജു. കുഞ്ചാതെ കാര്യം പറ മോളെ. അല്ല, ഈ മൂവി കഴിയുമ്പോ നീ വീട്ടിൽ പോകുവോ? എന്താ നീ ഒന്നും പറയാതെ? ഞാൻ പോവണോ? ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ നീ പോകാതിരിക്കോ? നീ എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കും. എങ്കിൽ വാ. അർജുൻ, ദാ കിടക്കുന്നു നീ കെട്ടിയ താലി. മമ്മി, എന്താണ് കാണിക്കുന്നേ? നിന്നെ പോലൊരു മൃഗത്തിനൊപ്പം കഴിയുന്നതിലും നല്ലത് ഇത് തന്നെയാ. നീ പോയി ഇനി നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ, ആരുടെ കൂടെയാന്ന് വെച്ചാ. നിന്റെ കാര്യത്തിൽ
ഞാനോ പപ്പയോ ഒന്നും പറയാൻ പറ്റില്ല. നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ ഞങ്ങൾ കൈപിടിച്ച് തന്നപ്പോ നീ അതിനെ പട്ടിയെ തലി ചതക്കും പോലെയല്ലേ ചതച്ചേ. നിനക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി അർജുൻ? അത് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇതൊന്നും ദൈവം പോലും പൊറുക്കില്ല അർജുൻ. ഒരിക്കൽ നീ ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അന്ന് ചിലപ്പോ ഒരു മാപ്പ് പറയാൻ പോലും അവസരം ഉണ്ടായെന്ന് വരില്ല. പിന്നൊരു കാര്യം, ഇന്നു മുതൽ ഇത് അർജുൻ മഹാദേവന്റെ ഭാര്യ പൂജയല്ല, പകരം മഹാദേവന്റെയും ശാലിനി മഹാദേവന്റെയും മകൾ പൂജയാണ്. ഇനി നിന്റെ നിഴല് പോലും ഇവളുടെ കൺപടത്ത് കണ്ടുപോകരുത്. കേട്ടോടാ അർജുൻ മോനെ. മമ്മി, ഇന്നുവരെ മമ്മി എന്നെ കണ്ണ എന്നല്ലാതെ അർജുൻ എന്ന് വിളിച്ചിട്ടില്ല. അതിനർത്ഥം ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നോട് അത്രയും അകൽച്ച ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ഈ നശിച്ചവളോ? അജു, അങ്ങനെ പപ്പയും അമ്മയും ഇങ്ങെത്തി. ഒരു 3 മന്ത് കൂടെ കഴിഞ്ഞ നിന്റെയും അവളുടെയും ഡിവോഴ്സിന്റെ ലാസ്റ്റ് ഫേസ് ആണ്. അത് കഴിഞ്ഞ ആരുടെയും ശല്യമില്ലാതെ നമുക്ക് കല്യാണം കഴിക്കാം. യെസ് ബേബി. പക്ഷേ അവൾ ഇപ്പോഴും എന്തിനാ അവിടെ കിടക്കുന്നേ? അവളുടെ പപ്പ എത്ര തവണ വിളിച്ചു? നിന്റെ പാരന്റ്സിന് പറഞ്ഞാ മതിയല്ലോ. അവളെ അങ്ങ് പറഞ്ഞു വിട്ടാൽ എന്താ? അവരൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല വൃന്ദേ. നമ്മുടെ കാര്യം ഓക്കെ ആവുമല്ലോ, അത് മതി എനിക്ക്. അല്ല, ഇന്നെന്താ ശാലു നിന്റെ മുഖത്തൊരു സന്തോഷം? അതൊക്കെ ഉണ്ട്. ശാലു, എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ. അല്ല, എന്തോ ഉണ്ട്. പറ മമ്മി, എന്തു പറ്റി? ഒന്നുമില്ല കണ്ണ, നിങ്ങൾ കഴിക്കേ. ഓയ് മാതാശ്രീ. ആദി, ഞാൻ ഓർത്തു നീ ഇന്ന് വരില്ലെന്ന്. എന്റെ മാതാശ്രീ വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ കഴിയോ? നീ വരുന്ന കാര്യം എന്നോടെന്താ പറയാതിരുന്നേ? പറഞ്ഞിരുന്നേ ഞാൻ എയർപോർട്ടിലേക്ക് വണ്ടി അയക്കില്ലായിരുന്നോ? എന്തിന്? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ അറിയില്ലേ? എന്താ മാതാശ്രീ ഇത്? ഈ പിതാശ്രീക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ദേ ആദി, വലിയ ചെക്കനാണെന്നൊന്നും നോക്കില്ല, ഒന്നങ്ങ് വെച്ചു തരും ഞാൻ. ഓ പിന്നെ ഒന്ന് പോയതണ്ടേ. ദാ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും മനുഷ്യ. ആദ്യം വാ, മമ്മി മോനെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ ചുമ്മാതല്ല, ഇന്ന് പതിവില്ലാതെ ഏത്തക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കി. അതേലോ, എന്റെ മോന് വേണ്ടി തന്നെയാ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതെന്താ മാതാശ്രീ? മാതാശ്രീയുടെ പൂച്ചക്കുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? പൂജ മോളെ നോക്കണ്ട, മമ്മി പറഞ്ഞിട്ടുണ്ട് മോളുടെ കാര്യം. അതെ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഈ പൂച്ചക്കുട്ടിയെ പറ്റി പറയാനേ മാതാശ്രീക്ക് നേരമുള്ളൂ. എന്തായാലും ഞാൻ ഫോട്ടോയിൽ കണ്ടതുപോലെയല്ല, താനൊരു സുന്ദരി കുട്ടി തന്നെയാ. ആദി, ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്റെ മാതാശ്രീ. മതി മതി, ഇനി ഫുഡ് കഴിച്ചിട്ടാകാം വിശേഷം തിരക്കത്. കണ്ണ, കണ്ണ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നോക്കാതി, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്റെ വൃന്ദയോട് എന്താ കാണിച്ചതെന്ന് എനിക്കറിയാം. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കണ്ണ, ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞേ? എനിക്ക് നീ പറയുന്ന ഒരു കാര്യവും കേൾക്കണ്ട. കണ്ണ, നിന്നോട് പുറത്തു പോകാനല്ലേ പറഞ്ഞേ? നീ ഞാൻ തമ്മിലുള്ള ബന്ധം അന്ന് അവസാനിച്ചതാ. പെങ്ങളായിട്ട് കാണേണ്ട എന്റെ പെണ്ണിനെയാ നീ. സ്റ്റോപ്പ് ഇറ്റ് അർജുൻ, ഇനി ഒരക്ഷരം മിണ്ടരുത് നീ. ഓ, ഉള്ളത് പറയുമ്പോ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ? നിന്നോട് സംസാരിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതി. പക്ഷേ നീ ഒന്ന് ഓർത്തു അർജുൻ, ഒരിക്കൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ നിനക്ക് മനസ്സിലാകും. അന്ന് ചിലപ്പോ നിനക്ക് മുന്നിൽ നിൽക്കുന്ന ആദി ഇങ്ങനെ ആയിരിക്കില്ല. ഓർത്തു വെച്ചോ നീ.
ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ് കേട്ടോ. ഓ, സാധാരണ ഇങ്ങനെയുള്ള ഡേയ്സ് വൃന്ദയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാമായിരുന്നു. ഇനി അതും പറ്റില്ല. അവളുടെ പാരന്റ്സ് അവിടെ ഉണ്ടല്ലോ. ഛേ, മിസ്സായി. കണ്ണാ, പോകുന്നതൊക്കെ കൊള്ളാം, നേരത്തെ വീട്ടിലെത്തിക്കോണം. ഇവിടെ വന്നിട്ടെന്താ, എന്തെങ്കിലും വിശേഷമുണ്ടോ? നിന്നോട് പറയുന്നത് കേട്ടാ മതി. ആദി, കണ്ണൻ 10 മുന്നേ വീട്ടിൽ വന്നില്ല എന്നുണ്ടെ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. ഞാൻ എന്താ പപ്പ കൊച്ചു കുട്ടിയാണോ? എനിക്ക് എന്റേതായ ഫ്രീഡം വേണ്ടേ? നിനക്ക് തൽക്കാലം 10 വരെയുള്ള ഫ്രീഡം മതി. ഏട്ടാ, വേണ്ട, നീ ഒന്ന് മിണ്ടാതിരിക്കും ശാലു. ഞാൻ നേരത്തെ എത്തിക്കോളാം. ഇനി ഞാനായിട്ട് പപ്പയെ എതിർക്കുന്നില്ല, പോരെ? എന്താ ഏട്ടാ, അവൻ അവന്റെ വഴിക്ക് വിട്ടേക്ക്. നീ ഒന്ന് ചുമ്മാതിരിക്കും ശാലു. ഇത്രയും നാളും തോന്നുന്ന പോലെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്. എന്നാലും ഓരെന്നാലും ഇല്ല. നീ പോയി പൂജമോൾക്ക് ഫുഡ് എടുത്തു കൊടുക്ക്. ആദി, നീ ഇവിടെ ഉണ്ടായിരിക്കണം. പൂജമോളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നിനക്കറിയാലോ ഒക്കെ. ഞാൻ നോക്കിക്കോളാം. നായിന്റെ മോൻ, ഇനി അവന്റെ കഴപ്പ് അവളിലായിരിക്കും തീർക്കുന്നേ. അവൾ എന്ത് കണ്ടിട്ടാണോ അവനെ ഒട്ടിയിരിക്കുന്നേ? ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ഒപ്പം ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ അവളും അതുപോലൊരു പിഴച്ചവളായിരിക്കും. എന്തേലും ആവട്ടെ, പപ്പയും മമ്മിയും തലേ കയറ്റി വെച്ചിരിക്കുവല്ലേ. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. പൂച്ചക്കുട്ടി, എന്താ പരിപാടി? നല്ല മണം വരുന്നുണ്ടല്ലോ. പൂച്ചക്കുട്ടി, നീ ഇത് എനിക്ക് വേണ്ടിയാണോ ഉണ്ടാക്കുന്നേ? നായിന്റെ മോനെ, എന്റെ വീട്ടിൽ വെച്ച് തന്നെ വേണോടാ നിന്റെയൊക്കെ അഴിഞ്ഞാട്ടം. നിനക്കൊക്കെ രണ്ടിനും അത്രയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടേ റെന്റിന് റൂം കിട്ടും. അവിടെ പോയി എന്തേലും കാണിക്കും. എന്റെ വീട്ടിൽ ഇത് നടക്കില്ല. അർജുൻ, വിടണ അവിടെ. നാക്കിനെല്ലില്ലെന്ന് വെച്ച് എന്ത് തോന്നിയാസവും പറയാമെന്ന് കരുതിയോ? ഞാൻ പറയും, എന്റെ വീടൊരു വേശ്യാലയമല്ല. നിന്നെ പോലെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത കുറെ അവന്മാരുണ്ട്. നിന്നെയൊക്കെ നായി. നീ എന്നെ തല്ലിയല്ലേ? ഇമാതിരി തെമ്മാടിത്തരം പറഞ്ഞോ ഇനിയും തല്ലും. കോപ്പി, നീയും ഇവളും ഒക്കെ എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നതും പോരാനായിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോ? അർജുനെ സൂക്ഷിച്ച് സംസാരിക്കണം. ഓ, ഇവളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുന്നത് നിനക്ക് നന്നായിട്ട് പൊള്ളുന്നുണ്ടല്ലേ? പൂജ, വാ. പൂജ, പൂജ, ദാ. എവിടെ ഇടിച്ചേ? പറ പൂജ. പൂജ മോളെ, പറ, എവിടെയെങ്കിലും വേദനയുണ്ടോ? ഞാൻ എന്താ ചെയ്തേ? ഇത്രയും നാൾ സംസാരിക്കാത്ത ഒരാളെ ആയിരുന്നോ ഞാൻ? ഞാൻ ഇവളെ അന്ന് ഉപദ്രവിച്ചത് ഇവൾക്ക് എന്തുമാത്രം വേദനിച്ചു കാണും. അതും ഒരു മിണ്ടാപ്രാണിയെ. എന്താടാ മാഫിയ പണി? ഇവിടുന്ന് പോയിട്ട് നിന്റെ അറിവൊന്നുമില്ലല്ലോ. മാഫിയ പണി അല്ലടാ, ആദ്യത്തിന് എന്ന ആദിയാണ്. അതൊക്കെ അവിടെ. നീ എന്തായാലും ഞങ്ങളുടെ മാഫിയ പണി തന്നെയാ. അല്ല, അവിടുത്തെ കാര്യങ്ങൾ എന്തായി? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. നീ ഇല്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. അത് പിന്നെ അങ്ങനല്ലേ വരൂ. അല്ലടാ പണി, നീ എന്നാ ഇങ്ങോട്ടേക്ക്? നിന്നോട് പറഞ്ഞില്ലേ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന്? അത് കഴിഞ്ഞേ ഉള്ളൂ വരുന്ന കാര്യം.
എടാ പണ്ണി, അവിടുത്തെ കാര്യം വല്ല സീരിയസ് പ്രശ്നമാണോ? ആണെ പറഞ്ഞാ മതി, നമ്മുടെ പിള്ളേർ എന്തിനും റെഡിയാണ്. മൈ ഡിയർ മോനെ, ഇതെന്റെ ഫാമിലി പ്രോബ്ലം ആണ്. അതിന് തോക്കിന്റെയും ബോംബിന്റെയും ആവശ്യമില്ല. ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓ, അവന്റെ ഒരു തമാശ. അല്ല, പീറ്റർ എവിടെ? അയ്യോ, ദേ ഇവിടെ ഉണ്ട്. പാവം, അവന്റെ കൈ ഇന്നലെ ഒരു പട്ടി കടിച്ചു പറിച്ചു. പട്ടിയോ? അതേടാ. അവിടെ എങ്ങനെ പട്ടി വരാനാ? ഇവിടെ സ്ഥിരമായി കയറുന്ന 2 പട്ടികളുണ്ടല്ലോ. ഓ, ചിരിക്കാതെടാ. അല്ല, എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം എന്താ? പതിവ് പോലെ നിന്നെ കാണണമെന്നും പറഞ്ഞാ വന്നേ. നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ നിന്നെ കണ്ടേ പറ്റുമെന്ന്. അപ്പൊ ഈ പീറ്റർ എന്തോ പറഞ്ഞു. ഓ, പിന്നൊന്നും പറയണ്ട. അവന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്നും പറഞ്ഞ് അവൻ ഇവന്റെ കൈ കടിച്ചു പറിച്ചു. എന്നിട്ട് അവനെവിടെ? അവനും അവന്റെ കൂട്ടുകാരനും അപ്പോൾ തന്നെ ഇവിടെ നോടി. ഇനി അവൻ പീറ്ററിന്റെ മുന്നിൽ ചെന്ന് പെട്ടാ അവൻ ശരിയാക്കിയിരിക്കും. അതൊന്നും വേണ്ട, അവനെ ഒന്നും ചെയ്യരുത്. ഇട പണ്ണി, അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല. കണ്ടാൽ ഒരു ഏഞ്ചൽ ലുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അവൻ വെറും കൂതറയാ. നമ്മുടെ രഹസ്യം ചോർത്താൻ വേണ്ടി ആരോ അയച്ച സ്പൈ ആണ് അവൻ. ഏയ്, അവൻ അങ്ങനെ അല്ലടാ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അത് അവന്റെ സൂക്കേട് വേറെയാ. അതെന്താ? ഏയ്, അതൊന്നുമില്ല. ഇനി അവൻ എന്നെ അന്വേഷിച്ചു വന്നാ ഞാൻ അവിടെ ഇല്ലെന്നങ്ങ് തീർത്ത് പറഞ്ഞേക്ക്. പിന്നെ അവനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തേക്കരുത്. ഒന്ന് വിരട്ടി വിട്ടാ മതി. ഓഹോ, അപ്പോ അവൻ ഞങ്ങളെന്തെങ്കിലും ചെയ്താലോ? അത് നിങ്ങൾ എല്ലാരും കൂടി ഷെയർ ഇട്ടെടുത്തോളാം. ഓ, മനസ്സിലായി മോനെ. നടക്കട്ടെ നടക്കട്ടെ. ശരി ശരി. ആദി, പൂജമോൾ എവിടെ? ഞങ്ങൾ വന്നിട്ട് കണ്ടില്ലല്ലോ. പൂജ എഴുന്നേറ്റിട്ടുണ്ടാവില്ല മാതാശ്രീ. ഇനി വല്ല ജലദോഷവുമാണോ? സാധാരണ ഈ ടൈമൊക്കെ പൂജമോളെ അടുക്കളയെ കാണേണ്ടതാ. അത് ശരിയാ, നീ ഒന്ന് പോയി നോക്കിയേ. നീ ഇതെവിടെ പോകുക കണ്ണാ? ഓഫീസിൽ പോകാൻ ടൈം ആകുന്നതല്ലേ ഉള്ളൂ. അത് എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു. ആരെ? മമ്മിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. എനിക്ക് എന്റേതായ കാര്യങ്ങളുണ്ട്. കണ്ണാ, ഞാൻ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടാമോ? പൂജമോളെ, എഴുന്നേൽക്ക്. ഇതെന്താ നടക്കവാ? എന്താ മോളെ, ഇന്നലെ ഉറങ്ങിയില്ലേ? മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നല്ലോ. എന്താ മാതാശ്രീ ഇത്? അവൾ ഉറങ്ങിക്കോട്ടെ. അല്ലേ തന്നെ ഇന്നലെ ഞങ്ങൾ ഒരുപാട് താമസിച്ച് ഉറങ്ങി. അതെന്താ? അത് പിന്നെ ഞങ്ങൾ രണ്ടാളും മൂവിയൊക്കെ കണ്ടിരുന്ന ടൈം പോയത് അറിഞ്ഞതേ ഇല്ല. ഓ, അങ്ങനെ. എങ്കി പിന്നെ മോള് കിടന്നു. ഞാൻ അപ്പോഴേക്കും പോയെന്ന് ഫ്രഷ് ആവട്ടെ. എന്നാ എന്റെ പൂച്ചക്കുട്ടി ഉറങ്ങിക്കോ. ഞാനാകെ വേർതിരിക്കുക. ഞാനും പോയി ഫ്രഷ് ആവട്ടെ. ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അജു. നിന്റെ പാരന്റ്സിന് ഒരു കോമൺ സെൻസ് ഇല്ലായിരുന്നോ? വലിയ ഡോക്ടേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മകന്റെ കല്യാണക്കാരൻ വന്നപ്പോ എവിടുന്ന് ഒരു ഊമ പെണ്ണിനെ പിടിച്ച് തലയെ കെട്ടി വെച്ചിരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും നീ അവരുടെ സ്വന്തം മകനല്ലേ. നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി എന്തുകൊണ്ട് അവർ ചിന്തിക്കാനേ? നാളെ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായ അതിനും ഇതുപോലെ എന്തെങ്കിലും കുറവുണ്ടാവില്ലെന്ന് പറയാൻ പറ്റോ? എന്നാലും അജു, നിന്റെ പാരന്റ്സിനെ പറ്റി ഞാൻ ഇത്രയും വിചാരിച്ചില്ല. അജു, നീ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എനിക്കറിയാം നീ എന്താ ആലോചിക്കുന്നതെന്ന്. നിന്റെ പാരന്റ്സിനെ പറ്റിയല്ലേ? ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ലേ, അവർക്ക് നിന്നേക്കാൾ കാര്യം ആദിത്യനോടാണെന്ന്. അവനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവോ? വൃന്ദ, ഞാൻ ഇറങ്ങുന്നു. നമുക്ക് പിന്നീട് കാണാം. അജു, നാശം പിടിച്ചൊരു സ്വപ്നം. അല്ല, ഞാൻ എന്തിനിപ്പോ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്? അവനിനി അവളെ എന്തെങ്കിലും ചെയ്തതാണോ?
അജു, നീ എന്താ ഇങ്ങനെ? നിനക്ക് എന്ത് പറ്റി? എനിക്കെന്ത് പറ്റാൻ? നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ നാളെ ഞങ്ങൾ എല്ലാവരും നിന്റെ വീട്ടിലോട്ട് വരാനിരിക്കുവാ. നാളെ അവിടെ എല്ലാരും ഉള്ള ദിവസമല്ലേ. നമ്മുടെ വിവാഹത്തെ പറ്റി പപ്പക്കും അമ്മക്കും എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. എന്ത്? അതിപ്പോ എനിക്കറിയാമോ? നിനക്ക് എന്താ അജു ഒരു സന്തോഷവും ഇല്ലാത്തെ? അവസാന ഘട്ടം ആ പൂജ കാലുമാർഗം നോർത്തിട്ടാണോ? അവൾ അങ്ങനെ വല്ലതും ചെയ്യോ? എനിക്ക് അങ്ങനെ ഒരു പേടി ഇല്ലാതില്ല. അജു, ആ പറ, എന്താ വൃന്ദ? നീ ഇത് ഏത് ലോകത്താ? അത് പിന്നെ ഞാൻ മറ്റെന്തോ ആലോചിച്ചിരുന്നു പോയി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അജു. ഒക്കെ നല്ലതായി അവസാനിക്കും. നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. ശാലിനി, ഞങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ ഇതുവരെ ആയിട്ടും ഒരു മറുപടി തന്നില്ല. നോക്കൂ ശ്വേത, പൂജയുടെ അർജുന്റെയും ഡിവോഴ്സ് കേസ് നടക്കുന്നേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരു എൻഗേജ്മെന്റിനെ പറ്റി പറയുമ്പോ ഞങ്ങൾക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശാലിനി, ഞങ്ങൾക്ക് അർജുനേക്കാളും നല്ലൊരു ചെക്കനെ കിട്ടാനിട്ടല്ല, പിന്നെ ഞങ്ങളുടെ മോളുടെ ഇഷ്ടം. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിച്ചത് തന്നെ. ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടുമല്ലോ. ഞങ്ങൾക്കാണേലും അധികം ലീവ് ഒന്നുമില്ല. ഇപ്പൊ ചെറിയൊരു റിംഗ് എക്സ്ചേഞ്ച് നടത്തിയ പിന്നീട് കല്യാണം നടത്തിയാ പോരെ? ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് എന്തോ ഓക്കെയാണ്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങൾ നാളെ തന്നെ നല്ലൊരു ജോത്സ്യനെ കണ്ട് ഡേറ്റ് എടുക്കാം. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ കുട്ടിയെ നിങ്ങൾ എത്ര നാൾ ഇവിടെ നിർത്താനാണ് പ്ലാൻ? നാളെ എന്റെ മകൾ ഇവിടെ വരുമ്പോ അവൾക്ക് അതൊരു ഡിസ്കംഫോർട്ടായി തോന്നില്ലേ? ആന്റി, അതോർത്ത് പേടിക്കണ്ട. അർജുന്റെയും പൂജയുടെയും ഡിവോഴ്സ് കഴിയുന്ന അന്ന് അവൾ ലണ്ടനിലേക്ക് പോകും. പിന്നെ ആന്റിയുടെ മകളുടെ ജീവിതത്തിൽ എന്നല്ല, ഈ നാട്ടിൽ അവൾ ഉണ്ടാവില്ല. ആദി? അതെ മമ്മി, കൃഷ്ണൻ അങ്കിൾ ഇന്നലെ വന്നിരുന്നു. അപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. നിങ്ങളോട് പറയണ്ടെന്ന് പൂജ പറഞ്ഞിരുന്നു. അതാ ഞാനൊന്നും പറയാനേ. ഓ, അതേതായാലും നന്നായി. ഇനി ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല കേട്ടോ. ഇപ്പോ ആന്റിക്കും എല്ലാവർക്കും സന്തോഷായില്ലേ? മമ്മി, നമുക്കെങ്കിൽ പിന്നെ ഇറങ്ങാം. ആ, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. ഇനി ഇവരുടെ എൻഗേജ്മെന്റിന് കാണാം. നീ ഹാപ്പി അല്ലേ കണ്ണ? നിന്റെ ഇഷ്ടം എന്താണോ ഞങ്ങള് കൂടെ ഉണ്ടാകും. ഇതെന്താ ഇവിടെയുള്ളവരെല്ലാം എവിടെ പോയി? നിൽക്ക് നിൽക്ക്. അത് പിന്നെ ഞാൻ സോറി. നിനക്ക് ഈ റൂമൊന്ന് ലോക്ക് ചെയ്തിട്ട് ഡ്രസ് മാറിക്കൂടെ? എന്റെ സ്ഥാനത്ത് ഇപ്പോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? നിനക്ക് എന്താ പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. ഇതെന്താ ഈ വീട്ടിൽ ഒരു നേരം ആളുകൾ ഉണ്ടാവില്ലേ? എല്ലാം കൂടി എവിടെ പോയി ചത്തോ? ഇതാരാ ഈ ടൈമിൽ? അവനായിരിക്കും. എവിടെയോ കറങ്ങി തിരിഞ്ഞിട്ട് വന്നിരിക്കുക. എനിക്ക് എന്തായാലും തുറക്കാൻ സൗകര്യമില്ല. നീ കുറച്ചു നേരം കൂടി അവിടെ കിടക്ക്. നീയോ? നീ എന്താ ഇവിടെ? ഇത് കൊള്ളാലോ. വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ഓ എന്റെ പൊന്നു വൃന്ദ, ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ. നീ കൂടുതലൊന്നും പറയണ്ട.
നീ നിന്റെ ഫോൺ നോക്കിയേ. ഞാൻ എത്ര വട്ടം വിളിച്ചെന്ന്. നീ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചില്ല. ഓ സോറി, ഫോൺ സൈലന്റ് ആയിരുന്നു. അജു, എനിക്ക് ഇതാ നിന്റെ സ്വഭാവം ഇഷ്ടമല്ലാതെ. നീ എന്തിനാ ഇപ്പോൾ ഈ ഫോൺ ഇങ്ങനെ സൈലന്റ് ആക്കി ഇട്ടിരിക്കുന്നേ? എന്റെ പൊന്നോ, അത് അങ്ങനെയായി പോകുന്നതാ. നീ അത് വിട്. അല്ല, നീ എന്താ പതിവില്ലാതെ ഇങ്ങോട്ട്? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? നിനക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്തത് പറയല്ലേ. അയ്യോ എന്റെ പൊന്നി, ഒന്ന് കൂളാക്. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്റെ കെട്ടിയോനി. അജു, എന്താ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, നീ വാ ഇരിക്കേ. അല്ല, നീ വല്ലതും കഴിച്ചോ? അജു, ഏ എന്താ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കോ? അതെ, നിനക്ക് എന്തോ വിഷമമുണ്ട്. അതെനിക്ക് നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം. പറ അജു, എന്താ നിന്റെ പ്രശ്നം? കമ്പനിയിൽ എന്തെങ്കിലും? ഏയ് അങ്ങനെയൊന്നും ഇല്ല, നിനക്ക് വെറുതെ തോന്നിയതാ. നീ ഇരിക്കേ, ഞാൻ നിനക്കൂടെ ഫുഡ് എടുക്കാം. അജു, അജു, നീ എന്നെ വിട്ടു പോകുമോ? വൃന്ദ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് അറിയില്ല, എന്തോ ഉള്ളിലൊരു വല്ലാത്ത നീറ്റൽ. ഏയ് കരയില്ലേ, നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. നീയല്ലേ എന്റെ എല്ലാം. കുറച്ചു നാളുടെ കാത്തിരിക്കെ. ഈ കഴുത്തിൽ ഒരു താല കെട്ടി നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കിയിരിക്കും. നീ ഇവിടെ എന്ത് കാണാൻ നിക്കുവാ? വാ ഇവിടെ. അജു, ആ എന്താ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അത് മറ്റൊന്നുമല്ല. പൂജ ഇതുവരെയായിട്ടും അവളുടെ വീട്ടിൽ പറഞ്ഞു വിടാറായില്ലേ? എനിക്കെന്തോ അവൾ ഇവിടെ കാണുമ്പോ വല്ലാത്തൊരു ഡിസ്കംഫേർട്ട് തോന്നുക. നാളെ ഇവിടെ കേറി വരേണ്ട പെണ്ണാ ഞാൻ. എനിക്കിതൊന്നും ഇഷ്ടമല്ല അജു. വൃന്ദ, അത് എനിക്കറിയാം നീ എന്താ പറഞ്ഞു വരുന്നതെന്ന്. നിന്റെ പപ്പക്കും മമ്മിക്കും അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നല്ലേ? പക്ഷെ അവളൊന്ന് ചിന്തിക്കണം, അവൾ ഇവിടത്തെ ആരുമല്ലെന്ന്. നീ കെട്ടിയൊരു താലിയുടെ പേരിലാണ് അവൾ ഇക്കഴിഞ്ഞ കുറച്ചു നാൾ ഇവിടെ നിന്നത്. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. അത് ഞാൻ നീ ഒന്നും പറയണ്ട. പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. വാ. ഏയ് പൂച്ചക്കുട്ടി, എന്താ ഇത്? വെറുതെ എന്നെ കൂടി സങ്കടപ്പെടുത്തല്ലേ. നിന്നെ വേണ്ടാത്ത ഒരാളെ നിനക്ക് എന്തിനാ എന്റെ പൂച്ചക്കുട്ടി? ഇന്ന് അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ. നീ അവന്റെ ജീവിതത്തിൽ നിന്നും പോകാൻ വേണ്ടി കാത്തിരിക്കോ അവൻ. അങ്ങനെയുള്ള അവന് വേണ്ടി നീ എന്തിനാടി കരയുന്നേ? ദേ, ഇനിയും കരഞ്ഞാ ഞാൻ മിണ്ടാൻ വരില്ല കേട്ടോ. പൂജ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പൂജ, ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് തനിക്കൊന്നും തോന്നരുത്. താനിപ്പോ എന്ത് അധികാരത്തിലാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? നേരത്തെ ആണെ അർജുൻ കെട്ടിയ താലിയുടെ പേരിലാണെന്നെങ്കിലും പറയാമായിരുന്നു. ഇപ്പോഴോ? നിനക്കെന്താ പൂജ, ഒന്നും പറയാനില്ലേ? ഓ സോറി, നീ സംസാരിക്കില്ലല്ലോ. അല്ല പൂജ, ഈ ഒരു കുറവും വെച്ചോണ്ട് ഒരു ചെറുക്കന്റെ ജീവിതത്തിലോട്ട് വന്നു കയറാൻ നിനക്കൊരു ഉളുപ്പുമില്ലായിരുന്നു? അതും അർജുനെ പോലെയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക്. അവന്റെ പൊസിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? അവന് കീഴിൽ എത്ര ആളുകളാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഇന്ത്യയിലെ തന്നെ ബിസിനസ്മാൻമാരിൽ 10 പേരെ എടുത്താൽ അതിൽ 1ാം സ്ഥാനത്ത് എന്റെ ഈ അർജുൻ ഉണ്ടാവും. അങ്ങനെയുള്ള അവന്റെ ഭാര്യയെ പറ്റി അവനും ചില സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? നാളെ ഒരിക്കൽ നിന്നെ പോലൊരു പെണ്ണായിരുന്നു അർജുന്റെ വൈഫ് എന്നറിഞ്ഞ ആളുകൾ മൂക്കത്ത് വിരൽ വെക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മാരേജ് പോലും വളരെ സീക്രട്ട് ആയിരുന്നു. കാരണം അങ്കിളിനും ആന്റിക്കും പോലും നിന്നെ പോലൊരു പെണ്ണാണ് അർജുന്റെ വൈഫ് എന്ന് പുറത്തു പറയാൻ മടിയായതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ കല്യാണം നടത്തിയെന്ന് ആർക്കറിയാം? ചിലപ്പോ അവർക്ക് മറ്റെന്തെങ്കിലും നേട്ടം ഉണ്ടായി കാണും.
അല്ലെങ്കിൽ നിന്നെ പോലൊരു പെണ്ണിനെ സ്വന്തം മകന്റെ തലയിൽ കെട്ടിവെക്കുമോ? ചി നിർത്തടി കഴിവേറിയുടെ മോളെ. നായിന്റെ മോളെ, ഇനി നിന്റെ പേഴച്ച നാവ് കൊണ്ട് ഇവിടെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. ദേ ഇവനുണ്ടല്ലോ അർജുൻ എന്ന ഈ പുന്നാരമോൻ നിന്റെ ശവത്തിനെ തലി ചേർത്തു. പറഞ്ഞില്ലെന്ന് വേണ്ട. ഡാ കിടന്ന് ചെലക്കാണ്ട് പോടാ. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പാതിരാത്രി പട്ടിയെ പോലെ തല്ലി ചതക്കും പോലെ ചതച്ചിട്ട് കാമുകിയുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന നിന്നോട് എനിക്കൊരു കോപം പറയാനില്ല. പിന്നെ നിന്റെ ഈ പൊന്നാര മോളോട് പറഞ്ഞേക്ക് അവളുടെ തന്തയുടെ സ്വഭാവം കൊണ്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വന്നേക്കരുതെന്ന്. നായി, നീ എന്തധികാരത്തിലാടാ എന്നെ ഭരിക്കാൻ വരുന്നേ? ഇവൾക്കില്ലാത്ത എന്ത് സൂക്കേടാ നിനക്ക്? അതോ നിന്റെ സ്വഭാവത്തിന് ഇവൾ നിനക്ക് വഴങ്ങി തന്നു കാണുമായിരിക്കും. അജു, നീ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇവൾക്ക് വയറ്റിലുണ്ടാക്കി വെച്ചിട്ട് ഇവനങ്ങ് പോവും. അവസാനം അത് നിന്റെ തലയിൽ ഇരിക്കുകയും ചെയ്യും. തന്തയില്ലാത്തനും പറയുന്നോടി നായി. ഡാ കോപ്പേ, നീ എന്റെ പെണ്ണിനെ തല്ലിയില്ലേ? ആ തല്ലി ഇമാതിരി ചെറ്റത്തനം പറഞ്ഞോ ഇനിയും തല്ലും. നിനക്ക് മതിയായില്ലേടി? ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങി പോടി. അജു, നീ മിണ്ടരുത്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇങ്ങനൊരു സീൻ ഉണ്ടാക്കാനായിരുന്നോ? അജു ഞാൻ വേണ്ട, നീ ഒന്നും പറയണ്ട. അജു വൃന്ദ, നീ ഇപ്പൊ പോ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാതാശ്രീ, ഞാൻ നാളെ തിരിച്ചു പോകും. ആദി, ഇതെന്താ ഇത്ര പെട്ടെന്ന്? അതൊന്നും ഇല്ല മാതാശ്രീ, എനിക്ക് പോവേണ്ട ആവശ്യമുണ്ട്. ആദി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോവേണ്ട ആവശ്യമുണ്ടെന്ന്. പൂജമോളെ, നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ പൂജമോളെ ഇത്? എന്ത് ഏട്ടാ, നിങ്ങൾ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ ശാലു, എന്താ ഏട്ടാ, ഒന്ന് പറ. അത് നാളെ പൂജമോളും പോകുക. എന്ത്? വൈകുന്നേരം കൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു. നാളെ പൂജമോളെ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഇതിന് സമ്മതിക്കില്ല. നീ ഇതെന്താ ശാലു പറയുന്നേ? ഞാൻ ഇത് നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചതാ. നാളെ അവർ പൂജമോളെ കൊണ്ടുപോകാൻ വരുമ്പോ അറിഞ്ഞാ മതിയെന്ന് വിചാരിച്ചു. എന്നാ ഇപ്പോ ആദ്യ കൂടി പോവാണെന്ന് കേട്ടപ്പോ നെഞ്ചിനൊരു ഭാരം. ഏട്ടാ, മാതാശ്രീ വെറുതെ സങ്കടപ്പെടണ്ട. അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഉണ്ട് ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം. പൂജയെ നിങ്ങൾ ഇവിടെ എത്ര നാൾ നിർത്തും? അവരുടെ കുടുംബത്തിലുള്ളവർ ഓരോന്ന് ചോദിച്ചു തുടങ്ങി. ഇവിടെ ഇനി ഇവിടെ നിർത്താൻ മാത്രം എന്ത് ബന്ധമാവുള്ളത്? അവൾക്ക് നല്ലൊരു വീടുണ്ട്, വീട്ടുകാരുണ്ട്. അവൾ പോട്ടെ, എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഞാനും പോകുക. ഇവിടെ നിന്ന് മതിയായി.